തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ നടക്കും. ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. സമഗ്ര ആധിപത്യം തുടരാനാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതേസമയം തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. NDAയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. വിശദാംശങ്ങളും വിലയിരുത്തലുകളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, എന്തായാലും നാളെ 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എങ്കിൽ കൂടി ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവരുടെ ഒരു കണക്കുകൂട്ടലുകളുടെ മണിക്കൂറുകളാണ്. കാരണം ഇനി 24 മണിക്കൂർ തികച്ചില്ല. എങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ആശങ്കകളും പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെണ്ണലിനായിട്ടുള്ളത്. നമുക്കറിയാം 941 പഞ്ചായത്തുകളും അതുപോലെ തന്നെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 86 മുനിസിപ്പാലിറ്റികളുമാണ്. 6 കോർപ്പറേഷനുകളും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെണ്ണലാണ് നാളെ കൃത്യമായും രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നത്. പ്രധാനമായും 244 കേന്ദ്രങ്ങൾ, അത് സംസ്ഥാനത്തൊട്ടാകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണലുകളാണ് നടത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇതുവരെയും പൂർത്തീകരിച്ചിട്ടുള്ളത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണുക. തുടർന്നായിരിക്കും വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ നീങ്ങുക. തുടർന്ന് EVM-ലെ വോട്ടിംഗ് മെഷീനുകൾ എണ്ണുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ആദ്യം പോസ്റ്റൽ ബാലറ്റ്, പിന്നെ വോട്ടിംഗ് മെഷീൻ, പിന്നീട് EVM, ഇങ്ങനെയാണ് വോട്ടെണ്ണലുകളുടെ ഒരു രീതി ഉള്ളത്. ആദ്യം ഗ്രാമപഞ്ചായത്തും പിന്നീട് നഗരസഭകളുടെയും ഫലങ്ങളായിരിക്കും പുറത്തുവരിക. ജില്ലാ പഞ്ചായത്തടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫലങ്ങൾ 2 മണിയോടുകൂടി പൂർണ്ണമായി തന്നെ ആരായിരിക്കും വിജയികൾ ആര് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ചിത്രം 2 മണിയോടുകൂടി വരികയും ചെയ്യും. സാധാരണ രീതിയിൽ നമുക്കറിയാം, ജനകീയ പ്രശ്നങ്ങൾ ആണ് സാധാരണ രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയാകുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ മാത്രം, അല്ലെങ്കിൽ ആദ്യ ഒരാഴ്ചക്കാലം മാത്രം ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പിന്നീട് വിവാദങ്ങളിലേക്ക് ചർച്ച വഴിമാറുകയും ചെയ്ത ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരുന്നു നമുക്ക് നേരത്തെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, ജനങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും. 2 ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടന്നത്. ആദ്യം 7 ജില്ലകൾ, പിന്നീട് 7 ജില്ലകൾ. അത്തരത്തിൽ 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന വോട്ടെടുപ്പിൽ 74% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ പോളിംഗ് ശതമാനം ഇന്നോടുകൂടി മാത്രമേ. രജിത്ത്, അതാണ് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു നേരിയ കുറവുണ്ട്. അതിന്റെ ഒരു ആശങ്ക മുന്നണികൾക്കുണ്ടോ, അതോ അതിലൊന്നും കുഴപ്പമില്ല, കാര്യമായ നേട്ടം അവരവർക്കുണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണോ? എങ്ങനെയായാലും ഫലം അറിഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലത്ത് പ്രധാനമായും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മധ്യ കേരളത്തിൽ നിന്ന് അശ്വതിയും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിന്റെ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷും ചേരുന്നുണ്ട്. ആദ്യം അശ്വതിയിലേക്കാണ്. അശ്വതി, സൂചിപ്പിച്ച പോലെ തന്നെ മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനം കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, ഒപ്പം തന്നെ എറണാകുളം ജില്ലയുമാണ്. ഇതിൽ ഓരോ ജില്ലകളിലും, ഇപ്പം ഇടുക്കിയിലും അതുപോലെ തന്നെ കോട്ടയത്തേക്കൊക്കെ വരികയാണെങ്കിൽ LDF-ന് വ്യക്തമായി മേൽക്കൈയുണ്ട്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ UDF കൈവിട്ടതാണെങ്കിൽ കൂടി അത് തിരിച്ചു വരാനുള്ള വലിയ ഒരു പ്രചരണവും പ്രവർത്തനവും ഒക്കെ ഇത്തവണ നടന്നിരുന്നു. ആ രീതിയിലൊക്കെ എങ്ങനെയാണ് പാർട്ടികളുടെ ഒരു കണക്കുകൂട്ടൽ? അമ്പിളി, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഫൈറ്റാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. നേരിയ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ LDF-ലേക്ക് ഈ കൊച്ചി കോർപ്പറേഷൻ പോയിട്ടുള്ളത്. അത് ഇത്തവണ നിലനിർത്താനാണ് LDF-ന്റെ പരിശ്രമം മുഴുവനും ഉണ്ടായിരുന്നത്. എന്നാൽ അത് തങ്ങൾക്ക് കൈവിട്ടു പോയിട്ടുള്ള കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനായിരുന്നു UDF-ന്റെ ശ്രമം. അതിൽ തന്നെ UDF-ന് വില്ലനായിട്ടുള്ളത്, അത് കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല എറണാകുളം ജില്ലയിലും പരിസരങ്ങളിലുമൊക്കെ UDF-ന് വില്ലനായിട്ടുള്ളത് വിമത സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു. പലപ്പോഴും ജില്ലാ
ജില്ലാ നേതൃത്വം അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി വിമത സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ UDF-ന് വില്ലനായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ 76 ഡിവിഷനുകളാണുള്ളത്. അതിൽ 42 സീറ്റുകളാണ് LDF-ഉം അതുപോലെ തന്നെ 42 സീറ്റുകൾ UDF-ഉം പ്രതീക്ഷിക്കുന്നുണ്ട്. 39 സീറ്റുകളാണ് ഇതിൽ കേവല ഭൂരിപക്ഷത്തിനായിട്ട് വേണ്ടത്. പക്ഷേ 5 സീറ്റുകളാണ് കഴിഞ്ഞ തവണ BJP-ക്കുള്ളത്. ഇത്തവണ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു 4 മുതൽ 6 സീറ്റുകളിലേക്ക് വരെ BJP-ക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് നിലനിർത്താനാകുമെന്നതാണ് BJP കണക്ക് കൂട്ടുന്നത്. BJP-യുടെ ഒരു വോട്ട് പല മണ്ഡലങ്ങളിലും പല ഡിവിഷനുകളിലും ഇത്തവണ നിർണായകമാണ്. പല ഡിവിഷനുകളിലും വലിയ രീതിയിലുള്ള ടൈറ്റ് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ മുന്നണി മാറി മറ്റ് മുന്നണിയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത്തവണത്തെ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കും വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. UDF-ന്റെ കയ്യിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം എന്നതാണ് LDF-ന്റെ പ്രധാന ഒരു ഉദ്ദേശമുണ്ടായിരുന്നത്. ഇത്തവണ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം എന്നാണ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ആ ഫലം അറിയാനായിട്ട്. അതിൻ്റെ ഒരു ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ UDF 16, LDF 9, 2022 എന്ന നിലയിലാണുള്ളത്. ഈ റൂറൽ മേഖലകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 2020-ക്ക് വലിയ സ്വാധീനമുണ്ട്. കുന്നത്തുനാടിലടക്കം 2020 ചില സംഘർഷങ്ങളടക്കം ഈ പോളിംഗ് ദിവസം നമ്മൾ കണ്ടതാണ്. ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ആ മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 4 പഞ്ചായത്തുകളാണ് 2020-ക്ക് ഉള്ളത്. അതിൽ ഒരു പഞ്ചായത്തിൽ മുഴുവൻ സീറ്റുകളിലുമാണ് കഴിഞ്ഞ തവണ 2020 മത്സരിച്ച് ഭരിച്ചത്. അതൊക്കെ തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് LDF-ന്റെയും UDF-ന്റെയും ഒക്കെ തന്നെ കണക്കുകൂട്ടൽ. LDF സ്വാധീനമുള്ള മേഖലകളായിരുന്നു പണ്ട്. ആ പ്രദേശങ്ങളൊക്കെ തന്നെ UDF-ന്റെ സ്വാധീന മേഖലയായിരുന്നു ചില പഞ്ചായത്തുകൾ. എന്തായാലും അത് അവരവർ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. പക്ഷേ ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് 2020 സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചിട്ടയായ ഒരു പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക, ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്ന് അല്പ മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇടം തന്നെയാണ് അമ്പിളി. തീർച്ചയായും മധ്യകേരളത്തിലെ വോട്ടർമാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് വടക്കൻ കേരളത്തിലെ മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം അല്പം കുറവാണെങ്കിലും അത് വിജയത്തെ ബാധിക്കില്ലെന്ന കണക്ക് കൂട്ടലിലാണ് മുന്നണികൾ. ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങളും വിവാദങ്ങളും ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, നമുക്കറിയാം കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു അന്തിമ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നലെ നേതാക്കളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിൽ ശക്തമായ പ്രതികരണം നടത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു. വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയതുമൊക്കെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് മുന്നണികളുടെ ഒരു കണക്ക് കൂട്ടലുകൾ? അമ്പിളി സൂചിപ്പിച്ച പോലെ വടക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കുറവാണ്. പക്ഷേ മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 75.75% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2% കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോഴും അവർ അക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം പ്രധാനപ്പെട്ട 3 കോർപ്പറേഷനുകളാണ്. വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 കോർപ്പറേഷനുകൾ കണ്ണൂർ, കോഴിക്കോട്, തൃശൂരാണ്. ഇത് മൂന്നിലുമാണ് ഏറ്റവും കൂടുതൽ കടുത്ത മത്സരം നടക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് UDF അധികാരത്തിലുള്ള കോർപ്പറേഷനാണ്. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നമുക്കറിയാം ഇടത് ഭരണത്തിന് അത്രയധികം മുൻതൂക്കമുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളത് LDF-നെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. അതിലാണ് അവർ ഇത്തവണ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി കോഴിക്കോടേക്ക് വരികയാണെങ്കിലും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് കാലമായി LDF-ന് കൈവശമാണുള്ളത്. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. BJP ആണെങ്കിലും UDF ആണെങ്കിലും ഏറ്റവും അധികം ഇവിടെ ശ്രദ്ധ പുലർത്തിയിരിക്കുന്നത് കോർപ്പറേഷൻ ഭരണത്തിൽ തന്നെയാണ്. ഈ ഒരു കോർപ്പറേഷൻ പിരിച്ചെടുക്കുക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റുകൾ മാത്രമാണ് BJP-ക്കുള്ളത്. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷ അവർ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ വെക്കുന്നുണ്ട്. UDF ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും പ്രതീക്ഷ വെക്കുമ്പോൾ കൂടുതലും BJP-യുടെ ശ്രദ്ധ
മൊത്തം ഈ കോർപ്പറേഷനിലേക്കായിരുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ ഒറ്റക്കക്ഷിയാകുമെന്ന് വരെ വളരെ ആത്മവിശ്വാസത്തിലാണ് ഈ കോഴിക്കോടുള്ള BJP നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ കോഴിക്കോട് നടന്നത്. പതിറ്റാണ്ടുകളായുള്ള ചുവപ്പ് കോട്ട തകർക്കുക എന്നുള്ളതാണ് UDF-നെയും അതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ച് കോഴിക്കോടുള്ള കാര്യം. മറ്റു ജില്ലകളിലും ഇതേ തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള ജില്ലകളാണ്. അതെല്ലാം തന്നെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. BJP സൂചിപ്പിച്ച പോലെ 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവർ നടത്തിയിരുന്നു. അങ്ങനെ തന്നെയാണ് UDF-ന്റെ കാര്യവും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ് ഇരു മുന്നണികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പാലക്കാടേക്കെല്ലാം വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇത് കോൺഗ്രസിനുള്ളിൽ ചില പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പല രാഷ്ട്രീയ വിഷയങ്ങളും വടക്കൻ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ വിഷയം, സ്വർണ്ണക്കൊള്ള, എല്ലാ കാര്യങ്ങളും. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ വികസനം അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യങ്ങളെല്ലാം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇത്തവണ പല സംസ്ഥാന തലത്തിലുള്ള പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും അവസാനം വന്നതായിരുന്നു രാഹുൽ വിഷയം. അതെല്ലാം തന്നെ വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നുപോയത്. ഇതിനോടെല്ലാം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പൊതുവെയുള്ള വിലയിരുത്തൽ അനുസരിച്ച് UDF പറയുന്നത് ഇത് പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തലായിരിക്കുമെന്നാണ്. അവരുടെ വികസനങ്ങൾ എത്രമാത്രം ജനങ്ങൾ അസ്വസ്ഥരാണ്, അവരുടെ വികസന മുരടിപ്പിൽ എത്രമാത്രം ജനങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ളതിന്റെ സൂചനയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. അതേസമയം BJP മുന്നോട്ട് വെക്കുന്നത് മോദി വികസനമാണ്. മോദി വികസനമല്ലാതെ മറ്റൊന്നും ഈ വടക്കൻ കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്. അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടുള്ള ദിവസങ്ങളാണ് കടന്നുപോയത്. ഇനി അതിന്റെ ഫലം അറിയാൻ ഈ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും കണക്ക് കൂട്ടിയും കിഴിച്ചും മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണുള്ളത്. തങ്ങൾ ആദ്യം തുടക്കം മുതൽ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ ജില്ലകളിലും BJPക്ക് കരുത്ത് തെളിയിക്കാൻ കഴിയുമെന്ന് BJPയും UDF തിരിച്ചു വരുമെന്ന് UDF-ഉം തങ്ങളുടെ സ്വാധീനം നിലനിർത്തുമെന്ന് LDF-ഉം എന്തായാലും ഉറച്ച വിശ്വാസത്തിലാണുള്ളത്. അമ്പിളി, ശരി. വടക്കൻ കേരളത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമൊക്കെ. എന്തായാലും വടക്കൻ കേരളത്തിന്റെ അന്തിമ പോളിംഗ് കണക്ക് ഇനി വരാൻ കൂടി ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ ഗിരീഷ്.